വചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവസാനമായി സഹോദരരെ, കർത്താവിന്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 2 തെസ്സലോനിക്ക 3:2. ദുഷ്ടന്മാരും നികൃഷ്ടരുമായ ആളുകളുടെ മധ്യയാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. അവരുടെ ഉപദ്രവം എവിടെയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെപ്പോലെ തന്നെ തിരിച്ചു പ്രവർത്തിക്കാൻ സാധ്യമല്ല. പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ചാണ് പൗലോസ് അവരോട് എതിരിടുന്നത്. ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച നമ്മെ സംരക്ഷിക്കുമെന്നല്ല, നമ്മെ ഉറപ്പും ധൈര്യവുമുള്ളവരാക്കുമെന്നും ശത്രുവിന്റെ ഉപദ്രവം നമുക്ക് ദോഷകരമായി ഭവിക്കാതെ നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവത്തെ അല്ല, ആപത്തുകാലത്ത് ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് തന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെയാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ശത്രുക്കളെല്ലാം നശിക്കണമെന്നും പലപ്പോഴും നാം ആഗ്രഹിക്കുന്നു. ദൈവം അവരോട് പ്രതികാരം ചെയ്ത് ശിക്ഷിക്കണമെന്ന് നാം പ്രാർത്ഥിക്കും. ശത്രുക്കൾക്ക് ആപത്ത് സംഭവിച്ചാൽ ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കും. ആ വിധത്തിൽ നാം ആഗ്രഹിക്കരുത്. അത് ക്രിസ്ത്യാനിക്ക് ഒട്ടും യോജിച്ചതല്ല. ദൈവം നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. അവരുടെ ദോഷപ്രവൃത്തികൾ നമ്മെ ബാധിക്കാത്ത വിധം ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് ധൈര്യപ്പെടാം. ഇപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവർ മുഖാന്തരം ഭാവിയിൽ നമ്മെ സഹായിക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അവരെ ഇപ്പോൾ സംഹരിച്ചാൽ അതിനുള്ള സാധ്യതയില്ലല്ലോ. സ്തെഫാനോസിനെ കല്ലെറിയുവാൻ സഹകരിക്കുകയും ആദ്യ സഭയെ നശിപ്പിക്കാൻ കഠിന ശ്രമം ചെയ്യുകയും ചെയ്ത പൗലോസിനെ ദൈവം ഉടനെ ശിക്ഷിച്ചില്ല. ഭാവിയിൽ അപ്പോസ്തല ഗണത്തിൽ ഉൾപ്പെടുത്തി സഭയുടെ പ്രധാന ശില്പിയാകാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നു. ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കാതെ അവരുടെ ഉപദ്രവത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ഭാവിയിൽ അവരെക്കൊണ്ട് നമുക്ക് പ്രയോജനം വരും എന്നതിനാലാണ്. ദുഷ്ടന്മാർ നശിക്കുന്നതല്ല, അവരുടെ ഉപദ്രവം നമ്മെ ബാധിക്കാതിരിക്കുന്നതാണ് പ്രധാനം. കർത്താവായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. IMS അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.